ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ഹിസ്റ്ററി ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും നോക്കുന്നുണ്ട്. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ചാപ്റ്റർ വൈസ് ആണ് പറഞ്ഞു പോകുന്നത്. ഏഴാമത്തെ പാഠം മുതലാണ് നമുക്ക് എക്സാമിനുള്ളത്. ഞാൻ പിന്നെ ആദ്യമേ പറയട്ടെ, നമ്മുടെ ഓണം എക്സാം പോർഷൻസ് കൂടി നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം. കാരണം ഇപ്പോൾ കഴിഞ്ഞ പൊളിറ്റിക്സിലും സോഷ്യോളജിയിലൊക്കെ ഓണപരീക്ഷയിലുള്ള പോർഷൻസിൽ നിന്നൊക്കെ നന്നായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലും അങ്ങനെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ അതോടെയൊക്കെ നോക്കിയിട്ട് പോവുക തന്നെ വേണം. പക്ഷേ എങ്കിൽ നമുക്കിപ്പോൾ ക്രിസ്മസ് എക്സാം ആദ്യം നമുക്ക് പറയാം. ഓക്കെ, ക്രിസ്മസ് എക്സാമിലെ പോർഷൻസ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. നോക്കൂ, ഏഴാമത്തെ പാഠം എന്ന് പറയുന്നത് വിജയനഗര സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പാഠമാണ് അല്ലേ. അപ്പോൾ ആ ഏഴാമത്തെ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് വൺ വേർഡ്സ് വരുന്നുണ്ട് ആദ്യമേ തന്നെ. ഒന്ന്, ഹൂ ഡിസ്കവേർഡ് ഹംപി? ഹംപിയുടെ നാശാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ആരാണ്? മീൻസ് ഹംപി അല്ലേ. ഹംപി എന്ന് പറയുന്ന മീൻസ് ഹംപിയിലാണ് വിജയനഗരം വരുന്നത്. അപ്പോൾ ഹംപി കണ്ടുപിടിച്ചത് ആരാണ്? ഹംപിയുടെ നാശാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ആരായിരുന്നു? മാക്കൻസി ആയിരുന്നു കേട്ടോ. മാക്കൻസി ഇത് പലതവണ ചോദിച്ചിട്ടുള്ള വൺ വേർഡ് ആണ് കേട്ടോ. മാക്കൻസി എന്ന് നമുക്ക് മലയാളത്തിൽ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഹംപി കണ്ടുപിടിച്ചത് ആരാണ്? മാക്കൻസി ആണ്. ക്ലിയർ ആണല്ലോ. ഇനി വിജയനഗര വാസ് ഫൗണ്ടഡ് ബൈ, ഇതും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ വിജയനഗര സാമ്രാജ്യം ഉണ്ടാക്കിയത് ആരാന്നാണ് ചോദിക്കുന്നത്. മീൻസ് അത് മുന്നോട്ട് വെച്ചത് ആരായിരുന്നു? മീൻസ് അത് ഫൗണ്ട് ചെയ്തത് ആരായിരുന്നു? ഹരിഹരനും ബുക്കനുവും ചേർന്നിട്ടാണ് കേട്ടോ. മലയാളത്തിൽ ഇങ്ങനെ തന്നെയാണ്, ഹരിഹരനും ബുക്കനുമാണ്. ഓക്കെ, ഹരിഹര ബുക്ക. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു വൺ വേർഡ്. ഇനി കൃഷ്ണദേവരായനെ കുറിച്ചിട്ട് മലയാളത്തിലും അങ്ങനെ തന്നെയാണ്. കൃഷ്ണദേവരായനെ കുറിച്ചിട്ട് ഒരു 2 മാർക്കിനോ 3 4 മാർക്കിനോ അങ്ങനെ ഒരു റേഞ്ചിന് നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഷോർട്ടസ്റ്റ് ലെവലിൽ ചോദിക്കാം. കൃഷ്ണദേവരായനെ കുറിച്ചിട്ട് വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു ഒരു രാജാവാണ് അദ്ദേഹം, കൃഷ്ണദേവരായ എന്ന് പറയുന്നത്. പിന്നെ കൃഷ്ണദേവരായ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറേ സംഭാവനകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു പോർഷൻ നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചിട്ട് തന്നെ പോകണം. അവിടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ 2-3 കൃതികളുടെ പേരൊക്കെ പഠിക്കുന്നുണ്ട്. ആ കൃതികളുടെ പേര് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? വൺ വേർഡിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് തന്നെയാലും ആ ഒരു ടോപ്പിക്ക് ഫുള്ളി ഒന്ന് കവർ ചെയ്തിട്ട് പോവുക. അത് മാത്രമല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ബാറ്റിൽ ഓഫ് തളിക്കോട്ട എന്ന് പറയുന്നത്. ഈ തളിക്കോട്ട യുദ്ധവും എന്ത് ചെയ്യാറുണ്ട്? 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാറുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾ ഈ ഒരു ഏഴാമത്തെ പാഠത്തിലെ കൃഷ്ണദേവരായ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആ ഒരു ടോപ്പിക്ക് ഫുൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ വേണോ ആ ടോപ്പിക്കിനകത്തുനിന്ന് ചോദ്യം വരാം. മേ ബി ചിലപ്പം ബാറ്റിൽ ഓഫ് തളിക്കോട്ട റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, തളിക്കോട്ട യുദ്ധത്തെ ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കൃതികളെ ബേസ് ചെയ്തിട്ട് വൺ വേർഡ് ചോദിക്കാം, അല്ലെങ്കിൽ കൃഷ്ണദേവരായനെ കുറിച്ചിട്ട് ഒരു ഷോർട്ടസ്റ്റ് ലെവലിൽ പൂർണ്ണമായിട്ട് എഴുതാനും ചോദിക്കാറുണ്ട്. സോ എന്തായാലും ഒന്ന് നോക്കിയിട്ട് പോവാം. ഇനി നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അമരനായക സിസ്റ്റം. അമരനായക ഓക്കെ എന്ന് തന്നെയാണ് മലയാളത്തിലും പറയുന്നത്. സോ അമരനായക വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 4-5 മാർക്കിന് നമുക്ക് ഷോർട്ടസ്റ്റേക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അതെല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം കേട്ടോ, ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇനി ഒരു 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ടർ റിസോഴ്സസ്, അതായത് ജലസംഭരണികൾ. മീൻസ് വിജയനഗര സാമ്രാജ്യത്തിലെ ഏതെങ്കിലും 2 ജലസംഭരണികളുടെ പേര് എഴുതാൻ വേണ്ടിയിട്ട് 2 മാർക്കിനോ അല്ലെങ്കിൽ 1 മാർക്കിനോ ഒക്കെ ചോദിക്കാറുണ്ട്. 2 ആണുള്ളത്, കമലാപുരം ടാങ്കും ഹിരിയ കനാലും. അപ്പോൾ ഇതെന്ത് ചെയ്യുക? മലയാളത്തിൽ ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ. അതാണ് ഞാൻ തർജ്ജമ ചെയ്തത്. കമലാപുരം ടാങ്കും പിന്നെ എന്താണ്? ഹിരിയ കനാലും. അപ്പോൾ ഈ 2 പേര് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവുക. വാട്ടർ റിസോഴ്സ് അല്ലെങ്കിൽ ജലസംഭരണികൾ ചോദിക്കാറുണ്ട്. ഓക്കെ, കമലാപുരം ടാങ്കും ഹിരിയ കനാലുമാണ് വരുന്നത്. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഷോർട്ടസ്റ്റ് ചോദ്യമാണ് അടുത്ത് വരുന്നത്. ഫോർട്ടിഫിക്കേഷൻസ് ആൻഡ് റോഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ടോപ്പിക്. മീൻസ് കോട്ടകളാണ് കേട്ടോ. വിജയനഗര സാമ്രാജ്യത്തിലെ ഫോർട്ട്സ് അഥവാ കോട്ടകളെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 4-5 മാർക്കിന് നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ കോട്ടകളുടെ പ്രത്യേകത എന്തായിരുന്നു, ഫോർട്ടിഫിക്കേഷൻസിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? എല്ലാവരും പഠിച്ചിട്ട് പോവാം. ഇനി നോക്കൂ, റോയൽ സെൻറ്ററും സാക്രഡ് സെൻറ്ററും. ഇത് നമ്മുടെ എസ്എ ടോപ്പിക്കാണ്. ഞാൻ എസ്എ ഡിസ്കസ് ചെയ്തിട്ട് വീഡിയോയ്ക്കകത്ത് മീൻസ് ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് എന്തൊക്കെ എഴുതേണ്ടതെന്ന് ഞാൻ പറയാം. റോയൽ സെൻറ്റർ എന്ന് പറയുന്നത് രാജകീയ കേന്ദ്രം എന്നാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. രാജകീയ കേന്ദ്രം എസ്എ ടോപ്പിക്കാണ്. എസ്എക്ക് ചോദിച്ചില്ലെങ്കിൽ നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ടെങ്കിലും പ്രതീക്ഷിക്കാം കേട്ടോ. അതുകൊണ്ട് തന്നെ ആർക്കും പഠിക്കാണ്ടിരിക്കാൻ പറ്റില്ല, എല്ലാവരും പഠിച്ചിട്ട് പോവുക. റോയൽ സെൻറ്റർ ചോദിക്കുമ്പോൾ എത്ര മാർക്കിന് ചോദിച്ചാൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട പോയിന്റ്സ് സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇതൊക്കെ മലയാളത്തിലും ഇതേ സെയിം പേരുകളാണ് കേട്ടോ. അതാണ് ഞാൻ മലയാളം കൂടി എഴുതാത്തത്. നോക്കൂ, ഓഡിയൻസ് ഹാൾ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടതാണ് ഓഡിയൻസ് ഹാള്.
പിന്നെന്താ മഹാനവമി ദിബ്ബേനെ പറ്റിയിട്ട് എഴുതണം. ലോട്ടസ് മഹലിനെ പറ്റി എഴുതുക. ഹസാര രാമ ടെമ്പിളിനെ പറ്റി മീൻസ് ഹസാര രാമ ക്ഷേത്രത്തെ പറ്റിയിട്ട് എഴുതണം. പിന്നെന്താ എലിഫന്റ് സ്റ്റേബിൾസ്. ഈ ഒരു എത്ര ഉണ്ട് 5 കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് റോയൽ സെന്റർ രാജകീയ കേന്ദ്രത്തിനകത്ത് വരുന്നതാണ്. ഈ 5 ബിൽഡിങ്സും മീൻസ് ഈ 5 കെട്ടിടങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഈ റോയൽ സെന്ററിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഡൗട്ട് ഉള്ളവരൊന്ന് കയറി കണ്ടു നോക്കിയാൽ ആ ടോപ്പിക്ക് സെറ്റ് ആക്കാൻ പറ്റും. പിന്നെ അഥവാ ഇനി ഇൻ കേസ് റോയൽ സെന്റർ ചോദിച്ചില്ല എന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഞാൻ ടിക്കറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു സാധനം വരാറുണ്ട്. എന്താ മഹാനവമി ദിബ്ബ. ഓക്കെ, മഹാനവമി ദിബ്ബേനെ പറ്റിയിട്ട് 4-5 മാർക്ക് ഷോർട്ടസ്റ്റ് ആയിട്ട് തന്നെയാണ് അതും സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക റോയൽ സെന്റർ അഥവാ പൂർണ്ണമായിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു സാധനത്തെ നിങ്ങൾ പഠിക്കാണ്ട് പോകരുത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മഹാനവമി ദിബ്ബ. ഓക്കെ, വെട്ടിയതുപോലെ ആയോ? ഇല്ലല്ലോ. നോക്കൂ, മഹാനവമി ദീപ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഒന്ന് നോക്കിയിട്ട് തന്നെ പോകണം കേട്ടോ. വളരെ വളരെ പ്രധാനമാണ്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് സാക്രഡ് സെൻറ്റർ. അപ്പോൾ ചിലപ്പോഴൊക്കെ രണ്ടും റോയൽ സെൻറ്ററും സാക്രഡ് സെൻറ്ററും ചേർത്തും എസ്സേക്ക് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. ഇതൊരു എസ്സേ ടോപ്പിക്കാണ്. വിശുദ്ധ കേന്ദ്രം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം കേട്ടോ. വിശുദ്ധ കേന്ദ്രം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 ക്ഷേത്രങ്ങളെ പറ്റി എഴുതിയാൽ മതി. വിരൂപാക്ഷ ടെമ്പിളും വിതല ടെമ്പിളും. ഓക്കെ, വിരൂപാക്ഷ ക്ഷേത്രവും വിതല ക്ഷേത്രവും. ഓക്കെ, മലയാളത്തിൽ ക്ഷേത്രം ആ ഒരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് വിശുദ്ധ കേന്ദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്. ഇതും നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ടും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും എന്താണ് ഇത് 2 ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ട് പോവാം. ഇനി ലാസ്റ്റ് ഒരു 2 വൺ വേർഡ് സെക്ഷൻ കൂടിയുണ്ട്. നോക്കൂ, വൈ ഗോപുരംസ് ആർ നോൺ ആസ് രായ ഗോപുരംസ്. ഇതൊരു 2 മാർക്കിന് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് വിജയനഗര സാമ്രാജ്യത്തിലെ ഗോപുരങ്ങൾ രായ ഗോപുരങ്ങൾ എന്ന് അറിയപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വിജയനഗരം എന്തുകൊണ്ടാണ് രാജഗോപുരങ്ങളെന്ന് ഗോപുരങ്ങൾ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, വിജയനഗരത്തിലെ രാജാക്കന്മാർ ഉണ്ടാക്കിയത് കൊണ്ടാണ്. മീൻസ് വിജയനഗരത്തിലെ റൂളേഴ്സ് ആ ഗോപുരങ്ങൾ കൺസ്ട്രക്ട് ചെയ്തത് കൊണ്ടാണ്, ഉണ്ടാക്കിയത് കൊണ്ടാണ് രാജഗോപുരങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അത് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു വൺ വേർഡ് ഹിന്ദു സുരത്രാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹിന്ദു സുൽത്താനെയാണ് നമ്മൾ ഹിന്ദു സുരത്രാണ എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു വൺ വേർഡ് ആണ്. ഇത് 2 മാച്ച് ദ ഫോളോവിങ്ങിലൊക്കെ 2 ബോക്സിൽ അപ്പുറത്തും കൊടുത്ത് ചോദിക്കാറുണ്ട്. ഹിന്ദു സുരത്രാണ, ഹിന്ദു സുൽത്താനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വിജയനഗര 7ാമത്തെ പാഠമാണ് കേട്ടോ. നിങ്ങൾ പാഠം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. 7ാമത്തെ പാഠത്തിലെ ക്വസ്റ്റ്യൻസ് പറഞ്ഞത് ഹംപി ആരാണ് ഉണ്ടാക്കിയത്, കൃഷ്ണദേവരായ, അമരനായക, വാട്ടർ റിസോഴ്സസിന്റെ കാര്യം, കോട്ടകളെ പറ്റിയിട്ട്, രാജകീയ കേന്ദ്രം, വിശുദ്ധ കേന്ദ്രം, പിന്നെ ഗോപുരങ്ങളെ പറ്റി പറഞ്ഞു. ഹിന്ദു സുരത്രാണ, ഹിന്ദു സുൽത്താനാണ്. ക്ലിയർ ആണല്ലോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല എളുപ്പമുള്ളൊരു പാഠമാണ് 7ാമത്തെ പാഠം. എന്താ പറയുക, എല്ലാവരും അത് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പോകണം കേട്ടോ. ഇനി 8ാമത്തെ പാഠം തൊട്ടടുത്ത പാഠമാണ് കേട്ടോ. 8ാമത്തെ പാഠത്തിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഖുദ് കാഷ്ട പാഹി കാഷ്ട. 2 മാർക്കിന് ചോദിക്കുന്നതാണ് കേട്ടോ. എല്ലാവർക്കും പഠിക്കാവുന്നതേ ഉള്ളൂ. ഖുദ് കാഷ്ട എന്താണ്, ഖുദ് കഷ്ട എന്താണ്, ആൻഡ് പാഹി കഷ്ട എന്താണ് എന്നുള്ളത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് നോക്കിയിട്ട് പോകണം. നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഖുദ് കാഷ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിര കർഷകരെന്ന് നമുക്ക് പറയാം. പാഹി കാഷ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഭൂമി ഇല്ലാത്ത കർഷകരെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും 2 മാർക്കോ 3 മാർക്കോ ലെവലിൽ മാക്സിമം 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇത് വളരെ റിപ്പീറ്റഡ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഖുദ് കാഷ്ട പാഹി കാഷ്ട എല്ലാവരും നോക്കിയിട്ട് പോവാം. ഇനി ജിൻസി കമൽ എന്ത് ചെയ്യാറുണ്ട്, 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് അടുത്ത ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിത് പഠിച്ചാൽ ഇതൊക്കെ എഴുതാൻ പറ്റൂ. മനസ്സിലായോ? ഈ പേരുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇതെന്ന് നമ്മൾ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നോക്കിയിട്ട് പോണേ. ജിൻസ് ഇ കമൽ എന്താണ്, ജിൻസ് ഇ കാമിലുകൾ മലയാളത്തിൽ അങ്ങനെയാ പറയാം. ഓക്കെ, അപ്പോൾ ഇത് 2 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇതും ഒന്ന് നോക്കിയിട്ട് പോകണം. ഞാനൊന്ന് സിമ്പിളായിട്ട് പറയാം. ജിൻസി കാമലുകൾ എന്ന് പറയുന്നത് മറ്റേ ക്യാഷ് ക്രോപ്സ് ആണ്. നാണയ വിളകളെയാണ് നമ്മൾ ജിൻസി കാമിലുകൾ എന്ന് പറയുന്നത് കേട്ടോ. നാണയ വിളകളെയാണ് ജിൻസി കാമലുകൾ എന്ന് പറയുന്നത്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് നോക്കി ഒന്ന് നോക്കുക. ജിൻസി കാമൽ ഒന്ന് നോക്കണം കേട്ടോ. ഇനി നോക്കൂ, വില്ലേജ് പഞ്ചായത്തും ജാതി പഞ്ചായത്തും, ഗ്രാമപഞ്ചായത്തിനെ പറ്റിയും ജാതി പഞ്ചായത്തിനെ പറ്റിയിട്ടും ഒക്കെ നമുക്കൊരു ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു 4 അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വില്ലേജ് പഞ്ചായത്തും ജാതി പഞ്ചായത്തും രണ്ടും നോക്കുക. ചിലപ്പോൾ രണ്ടും ചേർത്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വില്ലേജ് പഞ്ചായത്തിൻ്റെ ഫീച്ചേഴ്സ് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ ജാതി പഞ്ചായത്തിൻ്റെ മാത്രം ചോദിക്കാം. എങ്ങനെ വേണോ ചോദിക്കാം. അപ്പം നിങ്ങൾ ഈ ടേംസുകളൊക്കെ ആ ടോപ്പിക്കിനകത്ത് നിന്ന് കണ്ടുപിടിച്ച് പഠിക്കണേ. മുക്കാദം, പത്വാരി എന്നൊക്കെ പറയുന്നത് മീൻസ് ആ ഒരു വില്ലേജ് പഞ്ചായത്തിൻ്റെ തലവനെയാണ് നമ്മൾ മുക്കാടം എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സഹായിനെയാണ് പട്വാരി എന്ന് പറയുന്നത്.
അപ്പോൾ മുക്കാദം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിന്റെ തലവനാണ്. പത്വാരി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹായി എന്ന് പറയുമ്പോൾ അവിടെ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പത്വാരി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങൾ ഈ ടേംസ് ഒക്കെ നോക്കുക. ഈ ടേംസ് ഒക്കെ സ്പെഷ്യലൈസ് ചെയ്ത് വൺ വേർഡ് ആയിട്ടും ചോദിക്കാറുണ്ട്. അതാണ് ഞാൻ ഈ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത്. എന്തായാലും വില്ലേജ് പഞ്ചായത്തും ജാതി പഞ്ചായത്തിന്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും എല്ലാവർക്കും നന്നായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് വിമൺ ഇൻ അഗ്രേറിയൻ സൊസൈറ്റി. ഒരു 5 or 6 മാർക്കിന് നമ്മുടെ ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. മീൻസ് മലയാളത്തിൽ ഇങ്ങനെയാണ്, കാർഷിക സമൂഹത്തിലെ സ്ത്രീകൾ. ഓക്കെ, ഇത് നമുക്ക് എന്താണ് നന്നായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. വിമൺ ഇൻ അഗ്രേറിയൻ സൊസൈറ്റി എന്ന് പറയുന്നത് കാർഷിക സമൂഹത്തിലെ സ്ത്രീകൾ എന്നാണ് മലയാളത്തിൽ വരുന്നത്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോവുക. എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്, വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഒരു 2 മാർക്കിൻ്റെ ടോപ്പിക്കാണ് മിൽക്കിയത്ത് എന്താണെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ടും ചോദിക്കാറുണ്ട്. മിൽക്കിയത്ത് സെമീന്ദാർമാരുടെ ഭൂമിനെയാണ്, സെമീന്ദാർമാരുടെ സ്വകാര്യ ഭൂമി, പ്രൈവറ്റ് ലാൻഡ്സിനെയാണ് നമ്മൾ മിൽക്കിയത്ത് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ ആൻസർ കേട്ടോ. സോ 2 മാർക്കിന് അതൊന്ന് നോക്കിയിട്ട് പോകണം, വായിച്ചിട്ട് പോകണം കേട്ടോ. ഇനി ജമ ആൻഡ് ഹസിൽ, ഇതും ഒരു 2 മാർക്കിന് ചോദിക്കുന്നതാണ്. ജമ എന്താണ്, ഹസിൽ എന്താണ് എന്നുള്ള ഒരു കാര്യം. ഓക്കെ, ദെൻ അത് മാത്രമല്ല ഐന എക്ബാരി എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു എസ്സേ ടോപ്പിക്കാണ് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് കേട്ടോ, ഐന എക്ബാരിനെ കുറിച്ചിട്ട്. അബുൽ ഫസൽ എഴുതിയ ഒരു ബുക്കാണ് ഐന എക്ബാരി. അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഇടയ്ക്ക് എസ്സേക്ക് വരാറുണ്ട്. സോ അതൊന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. ഇനി അപ്പോൾ നമ്മുടെ ഈ ഒരു 8ാമത്തെ ചാപ്റ്ററിന് ഖുദ്കാഷ്ട, പാഹികാഷ്ട, ജിൻസി കമൽ, വില്ലേജ് പഞ്ചായത്ത്, ജാതി പഞ്ചായത്ത്, വിമന്റെ അവസ്ഥ, മിൽക്കിയത്ത്, ജമാ ഹസിൽ, ഐന എക്ബാരി, ഇത്രയും നോക്കിയിട്ട് പോവാം. ഇനി 10ാമത്തെ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ എന്താണ് 10ാമത്തെ പാഠമാണ് കേട്ടോ. നമ്മുടെ അതെ ജോട്ടിദാർമാരൊക്കെ മീൻസ് ഡെക്കാൻ റൈറ്റൊക്കെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. നോക്കൂ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമേ തന്നെ ജോട്ടിദാർമാരെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്, 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോട്ടിദാർമാർ ആരായിരുന്നു എന്നുള്ളത് കേട്ടോ. അതെല്ലാവരും നോക്കിയിട്ട് പോകാം. മലയാളത്തിൽ ജോട്ടിദാർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 5th റിപ്പോർട്ട് അഥവാ 5ാമത്തെ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് കാണാൻ പറ്റും ഈ ഒരു 10ാമത്തെ ചാപ്റ്ററിനകത്ത്. അതൊരു എന്താ പറയുക, ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, ഇത് എങ്ങനെയെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ എന്തായാലും ഒന്ന് നോക്കുക. 5th റിപ്പോർട്ട്, 5ാമത്തെ റിപ്പോർട്ട്, ആ ഒരു അതെന്താണ് എന്നുള്ളതും പഠിച്ചിട്ട് പോകണം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു എസ്സേ ടോപ്പിക്കാണ് പഹാര്യാസം സന്താൾസ്. പഹാര്യാസ് സന്താളന്മാർ, മലയാളത്തിലും അങ്ങനെ തന്നെയാണ്. 8 മാർക്കിൻ്റെ എസ്സേ ടോപ്പിക്കാണ്. 2 കഥകളാണ്. സോ കഥകൾ പഠിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് പോകാൻ നല്ല എളുപ്പമാണ് ആ ഒരു ടോപ്പിക്ക്. ഇനി നമുക്ക് കുറച്ച് വൈഡായിട്ട് പഠിക്കേണ്ട ഒരു എസ്സേ ടോപ്പിക്കാണ് ഡെക്കാൻ റൈറ്റ് എന്ന് പറയുന്നത്. ഈ എസ്സേ ടോപ്പിക്കൊക്കെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡെക്കാൻ റൈറ്റ് എന്ന് പറയുന്നത് ഡെക്കാൻ റൈറ്റ് എന്നോ പൂന റിവോൾട്ട് എന്നോ സൂബ റിവോൾട്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതായത് ഡെക്കാൻ കലാപം അല്ലെങ്കിൽ പൂന കലാപം അല്ലെങ്കിൽ സൂബ കലാപം എന്ന് നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇത് ഏത് പേര് വന്നാലും നിങ്ങൾ മനസ്സിലാക്കുക കണ്ടന്റ് ഒന്നാണ് എന്നുള്ള ഒരു കാര്യം. സോ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തായിട്ടാണ് ഈ ഒരു ഡെക്കാൻ കലാപത്തെ പറ്റിയിട്ടൊക്കെ പറയുന്നത് കേട്ടോ. സോ അതൊരു 8 മാർക്കിന് കണക്കാക്കി ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. ഇനി അടുത്ത് വരുന്നതാണ്, അല്ലെങ്കിൽ ഇതേ ഷോർട്ടസ്റ്റ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 8 മാർക്കിന് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ദമിനിക്കോ ഒരു 2 മാർക്കിന് ചോദിക്കുന്നതാണ്. എന്താണ് ദമിനിക്കോ എന്നുള്ളത്, അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ടും എന്ത് ചെയ്യാം ചോദിക്കാറുണ്ട്. ഇനി സന്താൾ പർഗാന എന്ന് പറയുന്നതും 2 മാർക്കിന് ചോദിക്കും. മലയാളത്തിൽ ഇതേ പേരുകൾ തന്നെയാണ്, സന്താൾ പർഗാന. അതും 2 മാർക്കിന് അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഈ ദമിനിക്കോ എന്ന് പറയുന്ന സന്താളന്മാർ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സന്താൾസ്, അവർ താമസിച്ചിരുന്ന ഭൂമിനെയാണ് ദമിനിക്കോ എന്ന് പറയുന്നത്. ഈ സന്താൾ പർഗാന എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ നമ്മുടെ സന്താളന്മാർക്ക് കൊടുത്ത ഭൂമിയാണ് ഈ സന്താൾ പർഗാന എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, ആ 2 ടോപ്പിക്സും 2 മാർക്ക് ലെവലിലൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ടും മാക്സിമം കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോവാം. 10ാമത്തെ ചാപ്റ്ററിലുള്ളത് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ, നോക്കിയിട്ട് പോണേ. ഇനി 11ാമത്തെ പാഠം വരുമ്പോൾ നമ്മുടെ 1857 വിപ്ലവത്തെ പറ്റി പഠിക്കുന്നില്ലേ, ആ ഒരു ചാപ്റ്ററാണ്. 11ാമത്തെ പാഠമാണ്. നോക്കൂ, എവിടെ നമുക്ക് വൺ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരുന്നതാണ്. നോക്കൂ, ഈ ഒരു സംഭവം മലയാളത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഡൽഹിയിൽ മീൻസ് ഇതെന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1857 വിപ്ലവം നടന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ആ സ്ഥലങ്ങളിൽ ആ വിപ്ലവം നയിച്ച മീൻസ് 1857 റിവോൾട്ട് നയിച്ച പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് പല രീതിയിൽ കറങ്ങിയും മാറ്റിയും തിരിച്ചും ഒക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. എല്ലാവരും ഒന്ന് നോക്കുക. ഡൽഹിയിൽ ആ ഒരു വിപ്ലവം നയിച്ചത് ബഹദൂർ ഷാ ആയിരുന്നു കേട്ടോ. ഡൽഹിയിൽ ബഹദൂർ ഷാ. കാൺപൂരിൽ നാനാ സാഹിബാണ്. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബാണ്. ഝാൻസി, ഇവിടെ എസ് ഉണ്ട്, ഝാൻസി. ഓക്കെ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആയിരുന്നു കേട്ടോ. റാണി എന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ, ഫുൾ നെയിം ആണ് എഴുതേണ്ടത്. റാണി ലക്ഷ്മിബായി. ഝാൻസി ആരാണ്? റാണി ലക്ഷ്മിബായി. ഇനി ബീഹാറിലെ അരേ എന്ന് പറയുന്ന സ്ഥലത്ത് ആരാണ്? കുൻവർ സിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ കൺവർ സിംഗ് എന്ന് പറഞ്ഞോളൂ. ബീഹാറിലെ അരേ എന്ന് പറയുന്ന പ്രദേശത്ത് ആരാണ് സമരം നടത്തിയത്? കൺവർ സിംഗ് ആണ്. ഇനി
ഔദിൽ ആരാണ്? ഇത് അവധ് എന്നല്ല, ഔദ് എന്നാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഔദിൽ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിർജീസ് ഖദർ ആയിരുന്നു കേട്ടോ, ബിർജീസ് ഖദർ. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് നോക്കിയേ, മലയാളത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഡൽഹിയിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ബഹദൂർ ഷാ. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബാണ്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ആണ്. ബീഹാറിലെ അരയിൽ ആരായിരുന്നു? കൻവർ സിംഗ് ആയിരുന്നു. ഔദിൽ ആരാണ്? ബിർജിസ് ഖദറാണ്. ക്ലിയർ ആണോ? ഇതെല്ലാവരും ഒന്ന് പഠിച്ചിട്ട് പോകണം. എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ ചാൻസ് ഉണ്ട്, കാരണം ഇത് ഭയങ്കരമായിട്ട് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള വൺ വേർഡ്സ് ആണ് കേട്ടോ. പിന്നെ ഇപ്പോൾ വൺ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് മൊത്തത്തിൽ പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം കവറാക്കാൻ പറ്റുന്നതൊക്കെ കവറാക്കി പോയിക്കോളൂ. ഇനി ഇതിൻ്റെ ബാക്കിയായിട്ടാണ് ബറൗട്ട്, ഉത്തർപ്രദേശിലെ ബറൗട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ 1857 വിപ്ലവം നയിച്ചത് ഷാ മൽ എന്ന വ്യക്തിയായിരുന്നു കേട്ടോ. ഇതൊരാളുടെ പേരാണ്, ഷാ മൽ എന്ന് പറയുന്നത്. സോ UP മീൻസ് ഉത്തർപ്രദേശിലെ ബറൗട്ടിൽ ആരാണ്? ഷാമൽ. ഇനി ഛോട്ടാ നാഗ്പൂരിലെ സിംഗഭൂം എന്ന് പറയുന്ന പ്രദേശത്ത് ആരായിരുന്നു? ഗോണോ ആയിരുന്നു കേട്ടോ. ഗോണോ എന്ന് പറയുന്ന വ്യക്തിയാണ്. സോ ഛോട്ടാ നാഗ്പൂരിലെ സിംഗഭൂമിയിൽ ആരാണ്? സിംഗഭൂമിയിൽ ഗോണോ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അത് നോക്കാം, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് ആണ് അത്. നോക്കൂ, ഡൽഹിയിൽ ബഹദൂർ ഷയാണ്, കാൺപൂരിലെ നാനാ സാഹിബ്, ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി, ബീഹാറിൽ ആരായിരുന്നു? കൻവർ സിംഗ് ആണ്. ഔദിൽ ആരാണ്? ബിർജീസ് ഖദർ ആണ്. പിന്നെ നമ്മുടെ UP ഉത്തർപ്രദേശിലെ ബറൗട്ടിൽ ഷാമലാണ്. ഛോട്ടാ നാഗ്പൂരിലെ സിംഗഭൂമിയിൽ ആരാണ്? ഗോണോയാണ്. ക്ലിയർ ആണല്ലോ. ഇനി ഒരു കാര്യമുണ്ട്, നോക്കൂ, 1857 വിപ്ലവത്തെ പറ്റിയിട്ട് നമുക്ക് essay ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. 8 മാർക്കിന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ എന്താ എവിടെ എഴുതിയിരിക്കുന്ന ഒരുപാട് ടോപ്പിക്സുകളുണ്ടോ, ഇതൊക്കെ ഹിൻ്റായിട്ട് വെച്ചു. ഇതിലേത് വേണോ ഹിൻസ് ആയിട്ട് കൊടുത്തിട്ട്, സൂചനകളായിട്ട് കൊടുത്തിട്ട് നമുക്ക് ചോദിക്കാം. മീൻസ് 1857 വിപ്ലവത്തെ കുറിച്ചിട്ട് എഴുതാൻ പറയും, എന്നിട്ട് എന്താ ഹിൻ്റ് എന്ന് പറഞ്ഞിട്ട് താഴെ 2-3 സബ് ടോപ്പിക്സ് കൊടുത്തിരിക്കും. അതിലേതെങ്കിലുമൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം പഠിച്ചാലേ ആ ഒരു essay ചോദ്യം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത്. നോക്കൂ, അവിടെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകളാണ്. ഒന്ന്, റൂമേഴ്സ് ആൻഡ് പ്രോഫസീസ്, കിംവദന്തികളും പ്രവചനങ്ങളും. വളരെ ഈസിയാണ്, നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ടോപ്പിക്കാണിത് കേട്ടോ. മീൻസ് ഈ വിപ്ലവത്തിലോട്ട് നയിച്ച കുറച്ച് കിംവദന്തികളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് ഞാൻ പറയട്ടെ, 1857 വിപ്ലവത്തിൻ്റെ എസ്സേയുടെ കൂടെ ഹിൻ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് പോയി, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നല്ല കഥകളല്ലേ. നോക്കൂ, റൂമേഴ്സ് ആൻഡ് പ്രോഫസീസ്, കിംവദന്തികളും പ്രവചനങ്ങളും, ആ ഒരു ടോപ്പിക്ക് നോക്കണം കേട്ടോ. മറ്റേ തോക്കിൻ്റെ തിരയിൽ മറ്റേ എന്താ പറയുക, കൊഴുപ്പൊക്കെ കയറ്റി ആ ഒരു സംഗതിയാണ്, നിങ്ങൾ 10ലെ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പോകണം. ഇനി റിവോൾട്ട് ഇൻ ഔദ്, അവധിലെ എന്താണ്? കലാപം. ഔദിലെ കലാപത്തെ കുറിച്ചിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. ഔദിലെ കലാപം എന്ന് പറയുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഒരു വൺ വേർഡ് കൂടി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, എ ചെറി ദാറ്റ് വിൽ ഡ്രോപ്പ് ഇൻ ടു അവർ മൗത്ത് വൺ ഡേ. ഓക്കെ, ഇത് എനിക്ക് മലയാളം സെൻറ്റൻസിൻ്റെ കറക്റ്റ് തർജ്ജമ കിട്ടിയില്ല. നോക്കൂ, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എ ചെറി ദാറ്റ് വിൽ ഡ്രോപ്പ് ഇൻ ടു അവർ മൗത്ത് വൺ ഡേ, നമ്മുടെ വായ്ക്കകത്ത് ഒരു ദിവസം വീഴാനുള്ള ഒരു ചെറിപ്പഴം അറിയാമല്ലോ, അതാണ് ഇത്. എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞതെന്നറിയോ? ഈ ഔദ് എന്ന് പറയുന്ന നമ്മുടെ ഈ വിപ്ലവം നടന്ന പ്രദേശത്തെ കുറിച്ചിട്ട് ലോർഡ് ഡെൽഹൌസി പറഞ്ഞ വാചകമാണ് ഈ ഒരു സംഗതി. ഓക്കെ, എന്താണ് ഡെൽഹൌസി പറഞ്ഞത്? ഔദിനെ കുറിച്ചിട്ടാണ് ഡെൽഹൌസി പ്രഭു സംസാരിച്ചത്. എന്താ പറഞ്ഞത്? എ ചെറി ദാറ്റ് വിൽ ഡ്രോപ്പ് ഇൻ ടു അവർ മൗത്ത് വൺ ഡേ, നമ്മുടെ വായിൽ ഒരു ദിവസം വീഴാനുള്ള ചെറിപ്പഴമാണ് ഈ ഔദ്. അത്രയ്ക്കൊന്നുമില്ല, ഒരു ചെറിപ്പഴത്തിൻ്റെ ഇതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ കളിയാക്കിക്കൊണ്ട് ഡെൽഹൌസി പ്രഭു പറഞ്ഞതാണ് ഔദിനെ പറ്റിയിട്ട്. ഓക്കെ, കാരണം ഔദിലെ വിപ്ലവമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ശക്തമായിരുന്നു. എന്താ പറയുക, അപ്പോൾ അവസാനം ഒരുപാട് ശ്രമപ്പെട്ടിട്ടാണെങ്കിലും അവർ പിടിച്ചെടുക്കുന്നുമുണ്ട് കേട്ടോ. നല്ല രസകരമാണത്. നോക്കൂ, അപ്പോൾ ഔദിലെ കലാപത്തെ കുറിച്ചിട്ട് എന്താണ്, നമ്മുടെ വായിൽ വീഴേണ്ട ഒരു ദിവസം വീഴുന്ന ഒരു ചെറിപ്പഴമാണ് ഔദ് എന്ന് പറഞ്ഞിട്ടാണ് ഡെൽഹൌസി പ്രഭു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുള്ളത്. സോ അതെല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോകാം. വൺ വേർഡ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാണ്ട് ആ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഔദിലെ കലാപത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം. ഇനി വരുന്നതാണ് ഫിറഞ്ചി രാജ് അഥവാ ഫിരങ്കി രാജ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടോപ്പിക് കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ അവസാനം പറയാം, അല്ലെങ്കിൽ ഫിരങ്കി രാജ്, ആ ഒരു കാര്യം നിങ്ങൾ പഠിക്കാം. പിന്നെ വരുന്നതാണ് സിപ്പോയിസ് ആൻഡ് ഗ്രീവാൻസസ്, അതായത് നമ്മുടെ പട്ടാളക്കാരന്മാരില്ലേ, ശിപ്പായികൾ. ഈ ശിപ്പായികളുടെ കുറച്ച് പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് പറയുന്നുണ്ട്, അതും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഇത്രയും കാര്യങ്ങൾ കേട്ടോ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കണേ. ഇത് നമുക്ക് ഈ 1857 റിപ്പോർട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, 1857 കലാപം essay എന്നുള്ളത്. അപ്പോൾ ഈ essay എന്ന് പറഞ്ഞ് ചോദിച്ചാലും മേ ബി ചിലപ്പോൾ essay ആയിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മളെങ്കിൽ ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ആക്കിയാലേ essay ആവത്തുള്ളൂ കേട്ടോ. പിന്നെ അഥവാ അല്ലെങ്കിൽ മാക്സിമം വരുന്നത് ഈ ഹിൻറ്റുകൾ കൊടുത്തിരിക്കും, ഏതൊക്കെ സബ് ടോപ്പിക്സ് എഴുതണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് അത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ ഹിൻറ്റുകളായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകളാണ് ഈ ടോപ്പിക്കുകളെല്ലാം. റൂമേഴ്സ് ആയിക്കോട്ടെ, ഈ അവധിലെ കലാപത്തെ കുറിച്ചായിക്കോട്ടെ, ഫ്രഞ്ചി രാജ് ആയിക്കോട്ടെ, പരാതികൾ
രീതികളായിക്കോട്ടെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ കവർ ആക്കിയാലേ നമുക്ക് ആ ഒരു എസ്സേക്ക് വേണ്ടിയിട്ട് പഠിച്ചു എന്നുള്ള ലെവലിലാവത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം. ഓക്കെ. പിന്നെ ഇനി ഒരു വൺ വേർഡ് ഇതിനിടയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നേഴ്സറി ഓഫ് ബംഗാൾ ആർമി. ബംഗാൾ സൈന്യത്തിൻ്റെ നേഴ്സറി എന്ന് വിശേഷിപ്പിച്ച സ്ഥലം ഏതാണ്? ഔദിനെ തന്നെയാണ്. ഈ ഔദിനെയാണ് എല്ലാവരും ഇട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. നോക്കൂ, ബംഗാൾ ആർമിയുടെ നേഴ്സറി എന്ന് പറഞ്ഞത് ആരെന്നല്ല, ഔദിനെയാണ് ബംഗാൾ ആർമിയുടെ നേഴ്സറി എന്ന് വിശേഷിപ്പിച്ചത്. ഔദിനെ പറ്റിയിട്ടാണ്. ഇനി ഒരു ടോപ്പിക് കൂടിയാണ്. ഇതിൻ്റെ ഏറ്റവും അവസാനം വരുന്നൊരു ടോപ്പിക്കാണ്. നമുക്ക് റിപ്രഷൻ, അടിച്ചമർത്തൽ എന്ന് പറയുന്നത് ഈ 1857 വിപ്ലവം എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അത് ഒരു ഷോർട്ടസ്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. 4-5 മാർക്കിന്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3 സബ് ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട് അവിടെ പറയുന്നുണ്ട് കേട്ടോ. സോ ഇതും എല്ലാവരും എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 1857 വിപ്ലവം മൊത്തത്തിൽ 8 മാർക്കിന് എസ്സേ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഹിൻസ് ആയിട്ടൊക്കെ നമുക്ക് ഈ ടോപ്പിക്സുകളെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. ഇനി നമുക്ക് ഇത് ഹിൻ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിലും ഇതിലെ ഓരോ ടോപ്പിക്കും എന്താക്കാറുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട് എസ്സേ ലെവലും ചോദിക്കാറുണ്ട്. അതാണ് ഞാൻ 4-5 മാർക്ക് എന്നുള്ള ലെവലിൽ കൂടി മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള ഈ ടോപ്പിക്സ് എല്ലാം എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകും. ഏതൊക്കെയാണ്? കിംവദന്തികളും പ്രവചനങ്ങളും, അവധിലെ കലാപത്തെക്കുറിച്ചിട്ട്, ഫിരങ്കി രാജിനെ കുറിച്ചിട്ട്, എന്താ പറയുക, ശിപ്പായികളുടെ പരാതികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്, പിന്നെന്താ ഈ വിപ്ലവം എങ്ങനെയാണ് അവർ അടിച്ചമർത്തിയത്. പിന്നെ 2 വൺ വേർഡ് കൂടിയാണ് ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. ഡൗട്ടൊന്നുമില്ലല്ലോ അല്ലേ? വേറെ ഒന്നുമില്ല, നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, ചോദ്യം ചോദിക്കുന്ന അനുസരിച്ച് അങ്ങോട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൽ ഏതെങ്കിലുമൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. സോ എന്തായാലും ഇത്രയും ടോപ്പിക്സ് എല്ലാവരും കവർ ചെയ്തിട്ട് പോവാം. അത്രേ ഉള്ളൂ. ഇനി ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം വരുന്ന ഒരു 2 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള സംഗതിയാണ്. നോക്കൂ, എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1857 വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയ ചിത്രങ്ങളുടെ പേര് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാനുണ്ട്. മീൻസ് ബ്രിട്ടീഷുകാർ ഇതിനെതിരെ ഇറക്കിയ കുറച്ച് ചിത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേര് നമുക്ക് 2 മാർക്കിനൊക്കെ 2 ചിത്രങ്ങളുടെ പേര് എഴുതൂ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മലയാളത്തിൽ ഇങ്ങനെ തന്നെയാണ്. റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറഞ്ഞ ഒരു പെയിൻറ്റിംഗ് ആണ്, ഒരു ചിത്രം. അത് വരച്ചത് ആരായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോമസ് ജോൺസ് ബാർക്കർ ആണ് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചിട്ട് പോകണം. റിലീഫ് ഓഫ് ലക്നൗ ആരുടേതാണ്? തോമസ് ജോൺസ് ബാർക്കറിൻ്റെതാണ് റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്നത്. ഇനി ഇൻ മെമ്മോറിയം എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രമുണ്ട്. അത് ആരുടേതാണ്? ജോസഫ് നോയൽ പാറ്റൺ. ഓക്കെ, ജോസഫ് നോയൽ പാറ്റൻ്റെതാണ് ഇൻ മെമ്മോറിയം. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. റിലീഫ് ഓഫ് ലക്നൗ തോമസ് ജോൺസ് ബാർക്കർ ആണ്. ഇൻ മെമ്മോറിയം ജോസഫ് നോയൽ പാറ്റൺ. ഇനി ആര് വരച്ചു എന്ന് പേര് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ലാത്ത 2 ചിത്രങ്ങളുടെ പേര് കൂടി പഠിക്കാനുണ്ട്. മിസ് വീലറും ജസ്റ്റിസും. ഓക്കെ, അപ്പോൾ 4 പെയിൻറ്റിങ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. റിലീഫ് ഓഫ് ലക്നൗ, ഇൻ മെമ്മോറിയം, മിസ് വീലർ, ജസ്റ്റിസ്. ക്ലിയർ ആണോ? ഇതിൽ 2 എണ്ണത്തിൻ്റെ ഇത് ആര് വരച്ചു എന്നുള്ളത് കൂടി തന്നിട്ടുണ്ട്. റിലീഫ് ഓഫ് ലക്നൗ ആണെങ്കിൽ തോമസ് ജോൺസ് ബാർക്കർ ആണ്. ഇൻ മെമ്മോറിയം ആണെങ്കിൽ ജോസഫ് നോയൽ പാറ്റൺ ആണ്. മനസ്സിലായല്ലോ? ഇത് 4 നിങ്ങൾ പേരുകളൊന്ന് പഠിച്ചിട്ട് പോയാൽ മതി. ഏതെങ്കിലും നമുക്ക് 2-3 മാർക്കിന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വൺ വേർഡിലും ഇത് കയറി വരാറുണ്ട്. എന്താണ് ഈ 1857 വിപ്ലവമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന പെയിൻറ്റിങ്സ് ആണ് ഇതൊക്കെ എന്ന് പറയുന്നത്. എന്താണ്? പെയിൻറ്റിങ്സ് ആണ്. ഓക്കെ, പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതെന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവാം. റിലീഫ് ഓഫ് ലക്നൗ, ഇൻ മെമ്മോറിയം, മിസ് വീലർ, ജസ്റ്റിസ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററിലോട്ട് പോകാം. 12ാമത്തെ പാഠം നമ്മുടെ ഗാന്ധിജിയുടെ ചാപ്റ്ററാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. നമ്മുടെ എസ്സേക്ക് ഉറപ്പിച്ചോ ഇത് വരാൻ ചാൻസ് നല്ല രീതിയിലുണ്ട്. കാരണം റിപ്പീറ്റ് ചെയ്ത് PYQസിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വരാൻ ചാൻസ് എന്നുള്ളത്. ഇതിനകത്ത് ആദ്യമേ നമ്മൾ പഠിക്കുന്ന കാര്യം എന്നാ നോക്കൂ, ഏർലി സത്യാഗ്രഹാസ്. ഓക്കെ, നമ്മുടെ ഗാന്ധിജി ആദ്യകാലത്ത് നടത്തിയ സമരങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയായിരുന്നു? ചമ്പാരൻ, അഹമ്മദാബാദ്, ഖേദ അല്ലെ. ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ചിട്ടും അഹമ്മദാബാദിലെ സത്യാഗ്രഹത്തെ പറ്റിയിട്ടും ഖേദയിലെ സമരത്തെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ 3 സ്ഥലങ്ങളുടെയും സമരങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും പഠിച്ചിട്ട് പോവാ. ഷോർട്ടസ്റ്റ് ആയിട്ട് വരാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വിപ്ലവത്തിന്റെ കാര്യം പറഞ്ഞില്ല, അതുപോലെയാണ് ഗാന്ധിജിയുടെ ചാപ്റ്ററിൽ നിന്നും ഈ ഹിൻറ്റുകൾ കൊടുത്തിട്ടാണ് നമുക്ക് എസ്സേ എഴുതാൻ മിക്കവാറും ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് ആ ഹിൻറ്റിൽ എസ്സേക്ക് വന്നാലും നമുക്കിത് എഴുതാൻ പറ്റണം. അല്ല, എസ്സേക്ക് ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 3 നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ചമ്പാരനും അഹമ്മദാബാദും ഖേദയിലും. ഇത് 3 എന്താ പറയുക, നമ്മുടെ ഗാന്ധിജി ആദ്യകാലത്ത് നടത്തിയ സമരങ്ങളാണ്. ഓക്കെ ആണല്ലോ? നല്ല എളുപ്പമുള്ള ടോപ്പിക്കാണ്. ഇതൊക്കെ പഠിച്ചിട്ട് പോകണേ. ഇനി നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണ് മെയിനായിട്ട് നമുക്ക് എസ്സേക്ക് ചോദിക്കുന്നൊരു ടോപ്പിക് 8 മാർക്കിന്. അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനം. ഓക്കെ, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. അപ്പോൾ ഇതിനകത്ത് ഇതിങ്ങനെ എസ്സേക്ക് ചോദിച്ചിട്ടാണ് നമുക്ക് ഹിൻ്റായിട്ട് പലതും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിസ്സഹകരണ പ്രസ്ഥാനം ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട പോയിന്റുകളാണ് റൗലത്ത് നിയമം, റൗലത്ത് ആക്ടിനെ പറ്റി നമ്മൾ എഴുതണം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുണ്ടല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ എഴുതണം. ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ച് എഴുതണം. ഓക്കെ, പിന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രോഗ്രാംസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് എഴുതണം. നമ്മളെ എന്താ പറയുക,
കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് എന്നും നെഗറ്റീവ് പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രോഗ്രാംസ് പഠിക്കുന്നുണ്ട്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതൊക്കെ നിങ്ങൾ നോക്കുക. അവസാനം ഈ ഒരു പ്രസ്ഥാനം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ചൗരി ചൗര സംഭവത്തോടു കൂടിയാണ്. അപ്പോൾ ചൗരി ചൗര സംഭവം വരെ എഴുതിയാലാണ്, മീൻസ് റൗലത്ത് നിയമം മുതൽ ചൗരി ചൗര വരെ എഴുതിയാലാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ എസ്സേ അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ചോദിക്കുന്നത് ഈ സംഗതി മാത്രം എഴുതാനായിട്ട് ചിലപ്പോൾ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഹിൻറ്റുകൾ കൊടുക്കും. ഹിൻറ്റുകളായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ സോൾട്ട് സത്യാഗ്രഹ, ദണ്ഡി മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഉപ്പ് സത്യാഗ്രഹം ഉണ്ടല്ലോ, അതിനെപ്പറ്റി പഠിക്കണം. അത് നമുക്ക് ഹിൻസ് ആയിട്ട് വന്ന് എസ്സേക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് നോക്കൂ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റും ചോദിക്കാറുണ്ട്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അത് മലയാളത്തിൽ അങ്ങനെ തന്നെയാണ്. സോ ഇതും നമുക്ക് എസ്സേക്ക് വരുന്നതാണ്. അപ്പം ഒരു കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത്രയും സംഗതികൾ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. എസ്സേ ലെവലിൽ തന്നെ പഠിക്കുക. എസ്സേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എവിടെ വരും? ഷോർട്ട് എസ്സേയിൽ കയറി വരും. ഓക്കെ, ഉറപ്പായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ മസ്റ്റായിട്ടും വരുന്നതാണ് കേട്ടോ. എല്ലാ വർഷം അങ്ങനെ തന്നെയാണ്. ഇനി വരാണ്ടിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം സാധാരണ എല്ലാ തവണയും വരുന്നതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഹിൻസ് ആയിട്ടൊക്കെ കൊടുത്താണ് എസ്സേക്ക് ചോദിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്തത് നിസ്സഹകരണ പ്രസ്ഥാനം. അവിടെ ഞാൻ പറഞ്ഞല്ലോ, റൗലത്ത് നിയമം മുതൽ ഈ സംഗതികളെല്ലാം ചൗരി ചൗര വരെയും എഴുതണം. ഓക്കെ, ഇതൊക്കെ മലയാളത്തിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും എഴുതുക. പിന്നെ നമുക്ക് ഈ ഒരു ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റിയും ക്വിറ്റ് ഇന്ത്യനെ പറ്റിയിട്ടും അങ്ങനെ ഹിൻറ്റായിട്ട് വന്ന് എസ്സേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഇതിലെവിടെന്നെങ്കിലുമൊക്കെ എസ്സേക്കും ഷോർട്ട് എസ്സേക്കും ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും ഈ ടോപ്പിക്സ് പഠിച്ചിട്ട് പോവാം. ഓക്കെ, പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം വരുന്ന ഒരു ടോപ്പിക്കാണ് നോവിങ് ഗാന്ധി, ഗാന്ധിയെ അറിയൽ എന്ന് പറഞ്ഞിട്ട്. ഇതൊരു 2-3 മാർക്കിന് ചോദിക്കുന്നത്. ഇത് അധികം ആരും ശ്രദ്ധിക്കാറില്ല, പക്ഷെ നമുക്കിത് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സംഗതി വേറെ ഒന്നുമില്ല, നമുക്ക് ഗാന്ധിജിയെക്കുറിച്ച് അറിയാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് രണ്ട് വഴികൾ എഴുതു, അല്ലെങ്കിൽ 2 രീതികൾ എങ്ങനെയാണ് ഗാന്ധിജിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ എന്താണെന്നറിയോ, ഗാന്ധിജിയെക്കുറിച്ച് അറിയണമെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സ്പീച്ചസ് ഉണ്ട്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഉണ്ടല്ലോ, ആത്മകഥ, അതുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പോയിന്റ്സ്, മീൻസ് ഗാന്ധിജിയെക്കുറിച്ച് നമുക്ക് എങ്ങനെ കൂടുതലായിട്ട് അറിയാൻ പറ്റും എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ള ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഈ ഓട്ടോബയോഗ്രഫി വായിച്ചാൽ മതി, സ്പീച്ച് നോക്കാം, പിന്നെ അങ്ങനെയുള്ള ജേർണൽസ് നമുക്ക് വായിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് മാത്രം ഒന്ന് പഠിച്ചിട്ട് പോവുക. നമുക്ക് 2-3 മാർക്കിന് വരാൻ ചാൻസ് ഉണ്ട്. പോയിന്റ്സ് ആയിട്ട് മാത്രം മതി, കൂടുതലായിട്ടൊന്നും എക്സ്പ്ലനേഷനിലോട്ട് പോകണ്ട. ഓക്കെ, നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കേണ്ടത് ഇത്രയും സാധനങ്ങളാണ്. ഓക്കെ, ഇത് പഠിക്കാണ്ട് നിങ്ങൾ പോകരുത് കേട്ടോ. ഞാൻ അതൊരിക്കൽ കൂടി പറയുന്നത്, ഇത്രയും ആവർത്തിച്ച് പറയാൻ കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വിപ്ലവത്തിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, ഈ ഗാന്ധിജിയുടെ കാര്യങ്ങളായിക്കോട്ടെ, ഇത് രണ്ടും നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് നമ്മുടെ അഡീഷണൽ ടെക്സ്റ്റ് ആണ്. അഡീഷണൽ ടെക്സ്റ്റിലെ ഒരു ചാപ്റ്ററല്ലേ നിങ്ങൾക്കുള്ളൂ. ഫസ്റ്റത്തെ ചാപ്റ്റർ മീൻസ് നമ്മുടെ വൃത്താന്തങ്ങൾ അഥവാ ക്രോണിക്കിൾസിനെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, നമ്മുടെ മുഗൾ എംപയർ അല്ലേ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 1 വേർഡ്സ് നമ്മൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. നെയിം എനി 2 ക്രോണിക്കിൾസ്, ഏതെങ്കിലും 2 വൃത്താന്തങ്ങളുടെ പേര് എഴുതൂ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. നമുക്ക് ശരിക്കും ഉണ്ട്, ഇഷ്ടമുള്ളത് പഠിച്ച് നിങ്ങൾ വെച്ചോളൂ. അക്ബർനാമ, ഹുമയൂൺ നാമ, ബാദ്ഷാ നാമ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്. ഞാനിവിടെ 2 എഴുതിയിട്ടുണ്ട്. അക്ബർനാമ, ഹുമയൂൺ നാമ, മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും 2 വൃത്താന്തങ്ങളുടെ പേര്, ക്രോണിക്കിൾസിൻ്റെ പേര് എഴുതാൻ നമുക്ക് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് പഠിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. ഇനി അക്ബർനാമ ആരാണ് എഴുതിയത്? അബുൽ ഫസലാണ് എഴുതിയത്. അതൊരു 1 വേർഡാണ്. മലയാളത്തിൽ ഇങ്ങനെ തന്നെയാണ് ഇവിടെ. നോക്കൂ, അക്ബർനാമ എഴുതിയത് ആരാണ്? അക്ബർനാമ എന്ന് പറയുന്ന ഒരു വൃത്താന്തമാണ്, നമ്മൾ പറഞ്ഞല്ലോ, ക്രോണിക്കിളാണ്. അത് എഴുതിയത് അബുൽ ഫസലാണ് എഴുതിയത്. നോക്കിയിട്ട് പോവാ. ഇനി ബാദ്ഷാ നാമ എന്ന് പറയുന്ന വൃത്താന്തം അഥവാ ക്രോണിക്കിൾ എഴുതിയത് ആരാണ്? യെസ്, അബ്ദുൽ ഹമീദ് ലാഹോരിയാണ് കേട്ടോ. അബ്ദുൽ ഹമീദ് ലാഹോരി. ഓക്കെ, അക്ബർനാമ അബുൽ ഫസൽ, ബാദ്ഷാ നാമ അബ്ദുൽ ഹമീദ് ലഹോരി. ഓക്കെ, അപ്പോൾ അതൊരു 1 വേർഡ് സെക്ഷനാണ്. എല്ലാവരും നോക്കിയിട്ട് പോകാം. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നല്ല ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. പ്രിപ്പറേഷൻ ഓഫ് ക്രോണിക്കിൾസ്, വൃത്താന്തങ്ങളുടെ നിർമ്മാണം. 4 മാർക്കിനും 5 മാർക്കിനും ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ഈ ക്രോണിക്കിൾസ്, നമ്മുടെ വൃത്താന്തങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും അതിനകത്ത് 2-3 ടേംസുകൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. നോക്കൂ, കിതാബ് ഖാന എന്താണ്, നസ്താലിക് എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, 4 മാർക്കിന് ഇത് ഈ ഒരു ടോപ്പിക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സംഗതികളൊക്കെ എടുത്തിട്ട് 1 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു സംഗതികളെല്ലാം നിങ്ങൾ മിസ്സാക്കാണ്ട് പഠിച്ചിട്ട് പോകണം. പ്രിപ്പറേഷൻ ഓഫ് ക്രോണിക്കിൾസ്, വൃത്താന്തങ്ങളുടെ നിർമ്മാണം കേട്ടോ. കിതാബ് ഖാനെ പറ്റിയിട്ടും നസ്താലിക് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നോക്കിയിട്ട് പോവുക. അത് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. മലയാളത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഇനി അടുത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് റോൾ ഓഫ് വിമൻ ഇൻ മുഗൾ എംപയർ കേട്ടോ. മുഗൾ സാമ്രാജ്യത്തിലെ സ്ത്രീകളുടെ പങ്ക് എന്തായിരുന്നു എന്നുള്ളത് അതൊരു ഷോർട്ട് എസ്സേ ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. ഇപ്പോൾ അതിങ്ങനെ എന്താ പറയുക,
അതായത് നമ്മുടെ മറ്റേ ഒരു നേരത്തെ ഒരു വിമന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, 8ാമത്തെ ചാപ്റ്ററിലെങ്ങാണ്ടോ കാർഷിക സമൂഹത്തിലെ സ്ത്രീകളുടെ പങ്ക്. അവിടെ നമ്മളൊരു സ്ത്രീകളുടെ പങ്ക് എന്തായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, എളുപ്പമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യമാണ് അതെന്ന്. അത് നമുക്ക് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മീൻസ് നമുക്ക് ഈ രണ്ടിടത്തെ സ്ത്രീകളുടെ പങ്കിനെ പറ്റി പഠിക്കാനുള്ളൂ ഹിസ്റ്ററിയിൽ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്തിട്ട് പോകണം, നന്നായിട്ട് പഠിച്ചിട്ട് പോകാം. പിന്നെ പലർക്കും, ഇപ്പം ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്തും പലർക്കും ഈ രണ്ട് ക്വസ്റ്റ്യൻ തമ്മിൽ മാറുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. സ്ത്രീകളുടെ പങ്കെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരുന്നു. പക്ഷെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മുഗൾ സാമ്രാജ്യത്തിലെ സ്ത്രീകളുടെ പങ്ക് ചോദിച്ചാലാണ് എവിടുത്തെ സാധനം ഈ ഒരു കാര്യം നമ്മൾ എഴുതേണ്ടത്. മറ്റത് നമുക്ക് ചോദ്യം വരുന്നത് എങ്ങനെയാണ്, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അത് ഇങ്ങനെയാണ് വരിക: വിമൺ ഇൻ അഗ്രേറിയൻ സൊസൈറ്റി, കാർഷിക സമൂഹത്തിലെ സ്ത്രീകളുടെ പങ്കിനെ കുറിച്ചിട്ടാണ് നമ്മുടെ 8ാമത്തെ പാഠത്തിൽ നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ട് ചോദ്യം തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോരുത്. അതുകൊണ്ടാണ് സെപ്പറേറ്റിൽ പറയുന്നത്. അഗ്രേറിയൻ സൊസൈറ്റി അഥവാ കാർഷിക സമൂഹത്തിലെ സ്ത്രീകളുടെ പങ്കാണെങ്കിൽ നമ്മൾ ഈ 8ാമത്തെ പാഠത്തിൽ പഠിച്ച കാര്യം വേണം എഴുതാൻ വേണ്ടിയിട്ട്, കാർഷിക സമൂഹവുമായി ബന്ധപ്പെട്ട്. ഇനി മുഗൾ സാമ്രാജ്യത്തിലെ സ്ത്രീകളുടെ പങ്കാണെങ്കിൽ നമ്മൾ എവിടെ പഠിക്കുന്ന കാര്യം എഴുതിയാൽ മതി. ഓക്കെ, മാറാണ്ടിരിക്കാനാണ് പറഞ്ഞത് കേട്ടോ. ഇനി സുൽഹിക്കുൾ എന്താണെന്നുള്ളത് നമുക്കൊരു 2 മാർക്സിന് ചോദിക്കാം, അല്ലെങ്കിൽ 1 വേർഡ് ആയിട്ട് ചോദിക്കാം സുൽഹിക്കുൾ എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ടേം എന്ത് ചെയ്യുക, നന്നായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോവാം. പിന്നെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, പ്രവിശ്യ ഭരണം എന്താണെന്നുള്ളതിന് ഒരു 4-5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തോട്ടാണ് കേട്ടോ ഈ ഒരു ടോപ്പിക്ക് വരുന്നത്, പ്രവിശ്യ ഭരണത്തെ കുറിച്ചിട്ട്. അപ്പോൾ അവിടെ സുബ എന്താണ്, പർഗാന എന്താണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടേംസുകളൊക്കെ പറയുന്നുണ്ട്. ആ ടേംസ് ഒക്കെ മറന്നു പോകരുത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് കേട്ടോ. സോ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, പ്രവിശ്യ ഭരണം എല്ലാവരും നോക്കിയിട്ട് പോവാം. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ടോപ്പിക് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതിന് ഏറ്റവും അവസാനം വരുന്നതാണ്. സംഗതി കുറച്ചേ ഉള്ളൂ, പക്ഷേ ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയാണ്: കോൺട്രിബ്യൂഷൻ ടു ദ കൾച്ചറൽ പ്ലൂറാലിറ്റി ഓഫ് ഇന്ത്യ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് കോൺട്രിബ്യൂഷൻസ് ഓഫ് മുഗൾസ് ഇൻ ദ കൾച്ചറൽ ലൈഫ് ഓഫ് ഇന്ത്യ എന്നായിരിക്കും. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ സാംസ്കാരിക ജീവിതത്തിൽ മുഗളന്മാർ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ മലയാളത്തിൽ ഇങ്ങനെയാണ്: ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തിന് മുഗളന്മാർ നൽകിയ സംഭാവനകൾ എന്തെല്ലാമാണ്. ഇത് എന്താ പറയുക, ഇതേ രീതിയിൽ തന്നെ നമുക്ക് PYQസിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൻ്റെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ ഒന്നും നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ 2 സംഗതികൾ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഒന്ന് പ്രിപ്പറേഷൻ ഓഫ് ക്രോണിക്കിൾസ്, വൃത്താന്തങ്ങളുടെ നിർമ്മാണം, ഇതെന്തായാലും പഠിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ ഈ ഒരു 8 മാർക്കിൻ്റെ എസ്സേ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് തന്നെ പോവുക കേട്ടോ. കോൺട്രിബ്യൂഷൻസ് ടു ദ കൾച്ചറൽ പ്ലൂറാലിറ്റി ഓഫ് ഇന്ത്യ, കോൺട്രിബ്യൂഷൻസ് ഓഫ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് മുഗൾ ഇൻ ദ കൾച്ചറൽ ലൈഫ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തിന് മുഗളന്മാർ നൽകിയ സംഭാവനകൾ എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോവുക. ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ, ബോറടിപ്പിക്കാനല്ല, അത് അത്രയും പ്രധാനമാണ്. അതൊന്ന് പറഞ്ഞ് നിങ്ങൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാവരും നോക്കിയിട്ട് പോകണം. എടാ, ഇനി നമ്മുടെ ഓണം എക്സാം പോർഷനിൽ നിന്ന്, മീൻസ് ഓണം പോർഷൻസിൽ നിന്ന് 7ാമത്തെ പാഠത്തിന് മുന്നേയുള്ള ചാപ്റ്റേഴ്സിൽ നമുക്ക് ചോദിക്കാൻ എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റാൻഡം ആയിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ, നമ്മുടെ സോഷ്യോളജിയിലും പൊളിറ്റിക്കൽ സയൻസിലൊക്കെ പ്രത്യേകിച്ച് 1 വേർഡ് സെക്ഷൻസിലൊക്കെ കയറിയിട്ടാണ് ഈ റിവിഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ കുറച്ച് ടഫായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓണ പോർഷൻസ് കൂടി പഠിക്കാൻ പറ്റുന്നിടത്തോളം പഠിച്ചിട്ട് പോകണം കേട്ടോ. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ പാറ്റേൺ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അതുകൂടി ഒന്ന് കവർ ചെയ്തിട്ട് പോകുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മിസ്സാക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. വീരശൈവ മൂവ്മെൻറ്റ്, നമ്മുടെ ഒരു എന്താ പറയുക, അതെ, 6ാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട് വീരശൈവ പ്രസ്ഥാനത്തെ പറ്റിയിട്ട്. ഞാൻ മലയാളം പറയാൻ കേട്ടോ, ഞാൻ എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു. വീരശൈവ പ്രസ്ഥാനം കേട്ടോ. ഇനി കോസസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഹാരപ്പ, ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 1ാമത്തെ പാഠത്തിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഹാരപ്പൻ സംസ്കാരം തകരാനിടയായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. പോയിന്റ്സ് ആയിട്ടാണ് എല്ലാവരും പഠിച്ചിട്ട് പോവുക. അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. പിന്നെ കുറേ 1 വേർഡ്സ് ഉണ്ട്. കൗഡില്യ എഴുതിയൊരു ബുക്കാണ് അർത്ഥശാസ്ത്ര എഴുതിയത് ആരാണ്? കൗഡില്യ. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മെഗസ്തനീസ് ആരായിരുന്നു? ഒരു ഗ്രീക്ക് അംബാസഡർ ആയിരുന്നു മെഗസ്തനീസ് എന്ന് പറയുന്നത്. ബിംബിസാര എന്ന് പറയുന്നത് റൂളർ ഓഫ് മഗധ, മഗധയിലെ ഒരു റൂളറാണ് ബിംബിസാര. അശോകനാണ് ദമ്മ കൊണ്ടുവരുന്നത്, അതറിയായിരിക്കുമല്ലോ. ഇത് നമുക്ക് PYQസിൽ ഇതേപോലെ തന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാനിത് എടുത്ത് എഴുതിയിട്ടുള്ളത്. അതെല്ലാവരും ഒന്ന് പഠിച്ചിട്ട് പോകണം. മലയാളത്തിലും അങ്ങനെ തന്നെയാണ്. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, BB ലാൽ, ക്രിട്ടിക്കൽ എഡിഷൻ ടു മഹാഭാരത്. അതായത് മഹാഭാരതത്തിന് ആദ്യമായിട്ടൊരു വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കിയ വ്യക്തിയാണ് ആര്? BB ലാൽ എന്ന് പറയുന്നത് കേട്ടോ. BB ലാൽ ആരാണ്? മഹാഭാരതത്തിന് ആദ്യമായിട്ടൊരു ക്രിട്ടിക്കൽ എഡിഷൻ അല്ലെങ്കിൽ വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കിയതാണ് BB ലാൽ. 1 വേർഡ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നോക്കിയിട്ട് പോകണം. ഇനി നമുക്ക്
വരുന്ന ഒരു ചാപ്റ്ററാണ്, 4ാമത്തെ ചാപ്റ്ററിൽ ഇന്ന് വരുന്നതാണ് ഫ്യൂച്ചേഴ്സ് ഓഫ് സ്തൂപാസ്. ഓക്കെ, സ്തൂപങ്ങളുടെ സവിശേഷത എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ മലയാളം പറയുന്നുണ്ട്. സ്തൂപങ്ങളുടെ സവിശേഷതയാണ്, എല്ലാവരും ഒന്ന് നോക്കൂട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇനി ക്യാപിറ്റൽ ഓഫ് മൗര്യ, ഇതൊരു വൺ വേർഡ് ആണ്. മൗര്യന്മാരുടെ തലസ്ഥാനം ഏതായിരുന്നു? പാട്ടലിപുത്ര. മൗര്യന്മാരുടെ തലസ്ഥാനം ഏതാണ്? പാട്ടലിപുത്ര. ഇനി വരുന്ന ഒരു ചാപ്റ്ററാണ്, മീൻസ് 3ാമത്തെ പാഠത്തിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എൻഡോഗമി എന്താണ്, എക്സോഗമി എന്താണ്? ഇത് മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, സ്വഗണ വിവാഹമൊന്നും അങ്ങനെ എങ്ങാണ്ട് ഉണ്ട്. പക്ഷെ കൂടുതലും ക്വസ്റ്റ്യനിൽ ഇത് എൻഡോഗമി എന്ന് തന്നെയാണ് മലയാളത്തിലും കണ്ടിട്ടുള്ളത് കേട്ടോ. നോക്കൂ, എൻഡോഗമി എന്താണ്, എക്സോഗമി എന്താണ്, എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോവാം. ഇനി സിയാറത്തും കവാലി എന്താണെന്നുള്ളത്, ഇത് ഒരു 6ാമത്തെ പാഠത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സിയാറത്തും കവാലി ഇത് 2 മാർക്കിനൊക്കെ ചോദിക്കാം. എൻഡോഗമിയൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെയാണ് സിയാറത്തും കവാലിയും എന്താണെന്നുള്ളത് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മുടെ ഏതാണ് 2ാമത്തെ പാഠത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റേഷൻസ് ഓഫ് ഇൻസ്ക്രിപ്ഷൻസ്. ഓക്കെ, ഇൻസ്ക്രിപ്ഷൻസിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചോദിക്കാറുണ്ട്. സോ അതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിയിട്ട് പോവാം. 6ാമത്തെ പാഠത്തിൽ വരുമ്പോൾ ആൾവാർസും നായനാസും കേട്ടോ, ആൾവാരന്മാരും നായനന്മാരും. ഓക്കെ, അതെന്താ ചെയ്യുക, എല്ലാവരും നോക്കിയിട്ട് പോവാം. ഇനി ഏതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ, നമ്മുടെ എസ് എ ടോപ്പിക്കാണ് 1ാമത്തെ പാഠത്തിലുള്ള. ഇതൊക്കെ പബ്ലിക് എക്സാമിന് ഉറപ്പായിട്ട് ഈ ചോദ്യം, ഇപ്പം പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഉറപ്പായിട്ട് ഉണ്ടാവും കേട്ടോ. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു സംഗതികളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ എസ് എ ടോപ്പിക്കാണ്, 8 മാർക്കാണ്. സോ ഇത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കട്ടോ, നിങ്ങൾ ഈ ഓണപരീക്ഷയുടെ പോർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇതൊന്ന് പഠിച്ച് സെറ്റാക്കണം കേട്ടോ, ഹാരപ്പൻ സംസ്കാരം. കാരണം എന്തായാലും എസ് എക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്, PYQസിലും കണ്ടിട്ടുണ്ട് ക്രിസ്മസ് എക്സാമിനൊക്കെ. അപ്പോൾ എന്തായാലും ഹാരപ്പൻ സംസ്കാരം നിങ്ങൾ പഠിക്കാണ്ട് പോകരുത്, അത് പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. കാരണം നമുക്ക് ചാൻസ് ഉണ്ട് എസ് എക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ റാൻഡമായിട്ട് എടുത്തിട്ടുള്ളൂ. എന്താണ് നമ്മുടെ PYQs നോക്കിയാണ് എടുത്തിട്ടുള്ളത്. അതാണ് ചാപ്റ്ററിൻ്റെ ഒരു ഓർഡർ ഒന്നും ഇവിടെ വരാത്തത് ഈ ഒരു ഓണം എക്സാം പോർഷൻസ് പറഞ്ഞ സമയത്ത്. എടാ പിന്നെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ 7ാമത്തെ പാഠം മുതൽ നമ്മൾ അഡീഷണൽ ടെക്സ്റ്റിൽ 1ാമത്തെ പാഠം വരെയും ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ആണ്. അപ്പോൾ അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ, എന്നിട്ട് മാത്രം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോകുക. ഇതൊക്കെ ആദ്യം നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് ബാക്കിയുള്ളതോട് നോക്കിയിട്ട് പോവുക. പിന്നെ നിങ്ങൾ ഓണ പരീക്ഷയുടെ പോർഷൻസിലൂടെ വായിച്ചിട്ട് പോവുക. ഞാനവിടെ തന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, റാൻഡമായിട്ട് PYQs സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ലാസ്റ്റ് കാണിച്ചത് ഓണപരീക്ഷയുടെ പോർഷൻസ്. ഞാൻ അതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓണപരീക്ഷ സമയത്ത് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട്, ആ ടൈമിൽ. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തേക്കാം, നിങ്ങൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓണ എക്സാം പോർഷൻസിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്താ പറയുക, A to Z ഡീറ്റെയിൽസ് അതിനകത്തുനിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്പോൾ കൂടുതൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ എന്താ പറയാൻ വന്നത്, ഒരു കാര്യം കൂടി, ക്രോണോളജി മാപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് 8 മാർക്കിന് 4 വെച്ച് ചോദിക്കാറുണ്ടല്ലോ. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രിസ്മസ് എക്സാമിന് വേണ്ടി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്രോണോളജിയും മാപ്പ് ക്വസ്റ്റ്യൻ, മീൻസ് കാലഗണനയും മാപ്പ് ക്വസ്റ്റ്യൻസുമാണ്. ഞാൻ അതും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ആയിട്ട് ലിങ്ക് കൊടുത്തേക്കാം. അതും എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് തന്നെ അതും പഠിച്ചാലേ നമുക്ക് മാർക്ക് ഫുള്ളായിട്ട് കിട്ടാൻ പറ്റുള്ളൂ. പിന്നെന്താ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എസ് എ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളിതെല്ലാം ഒന്ന് കയറി കാണുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ എല്ലാം ഒന്ന് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറ്റും. ഒരു കാര്യം കൂടി പറയാനുണ്ട്, വേറെ ഒന്നുമല്ല, നമ്മൾ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് കുറേ വൺ വേർഡിൻ്റെ PYQസിലെ വൺ വേർഡ് ഡിസ്കസ് ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് ലിങ്ക് നോക്കി കഷ്ടപ്പെടേണ്ട, ഞാൻ നമ്മുടെ ഹോം പേജ് കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ താഴോട്ട് ഇതൊക്കെ കിട്ടും കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാനത് വൺ വേർഡ് ഒരു 1-2 സെറ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കുക. കാരണം നിങ്ങൾക്ക് ഇനി ഇതൊക്കെ ഒന്ന് നോക്കിയാലേ നമുക്ക് ശരിയാവത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് പൊളിറ്റിക്സിലൊക്കെ ആയാലും വൺ വേർഡൊക്കെ കുറച്ച് ടഫായിട്ടൊക്കെ അല്ലേ വന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് ഹിസ്റ്ററി ഫുള്ള് സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾ ആദ്യം ഈ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് നല്ല വൃത്തിക്ക് പഠിക്കുക, പിന്നെ ഓണം എക്സാം പോർഷൻസിലോട്ട് പോവുക. പിന്നെ ഞാൻ പറഞ്ഞ വൺ വേർഡ്സിൻ്റെ കാര്യം മറക്കരുത്, ക്രോണോളജി മാപ്പിൻ്റെ കാര്യം മറക്കരുത്. ഇന്നലത്തെ എസ്സേയുടെ ടോപ്പിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, അതും ഒന്ന് കയറി നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി നല്ലൊരു ഐഡിയ കിട്ടും, നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ അല്ലേ? പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. പിന്നെന്താ, നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഓക്കെ, അത് മാത്രമല്ല ലൈക്ക് കൂടി ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ.